ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു ദ ഡി പി. ഒരു ട്രാവൽ വ്ലോഗിൽ എന്താണ് ഇങ്ങനെ ഒരു അൺബോക്സിൻ്റെ വീഡിയോ എന്ന് വിചാരിക്കും നിങ്ങൾ. എൻ്റെ കഴിഞ്ഞ 2 വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. നല്ല വോയിസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ദൂരത്തു നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ വോയിസിന് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിജിടെക്കിൻ്റെ 2-in-1 മൈക്രോഫോൺ സിസ്റ്റം, വയർലെസ് മൈക്രോഫോൺ സിസ്റ്റം വാങ്ങിച്ചത്. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 2299 അങ്ങനെയാണ്, അതാണ് ഇതിൻ്റെ വില വരുന്നത്. ഇത് മോഡല് DWM115 ആണ്. ഈ മോഡൽ വരുന്നത് DWM115. പിന്നെ ഇത് ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയിരുന്നു. സാധനം കിട്ടിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കിയതാണ്. നമുക്ക് ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഒരിടത്തും കൂടി ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ ഇനിയുള്ള വ്ലോഗ്സിൽ ഞാൻ ഉപയോഗിക്കും. അപ്പോൾ അടുത്തുള്ള വ്ലോഗൊക്കെ ഇത് വെച്ചിട്ടായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. ഈ അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ഇതിൻ്റെ 40 ഇവിടെ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് പോരാതെ പിന്നെ ബാക്കിൽ കുറച്ച് തോന്നെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ 2 ഇതിവിടെ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡ് ബട്ടണിൽ സൈഡിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഇത് നമുക്ക് ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഫീച്ചേഴ്സ് നമുക്ക് പിന്നെ പറയാം, അതായത് തുറന്നു നോക്കിയിട്ട് പറയാം. അടിപൊളിയല്ലേ ഇങ്ങനെ വരുന്ന നോക്കി? ഇവ സംഭവം അടിപൊളിയായിട്ടോ. നോക്കട്ടെ, ഡിജിടെക്കിൽ ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെയാണ് സംഭവം വരുന്നത് പാക്കിങ്. ഇതാണ് നമ്മളെ മെയിൻ യൂണിറ്റ്, ഇതാണ് വരുന്നത്. ഇതാണ് മെയിൻ യൂണിറ്റ്. പാക്കിംഗ് നല്ല അടിപൊളി, കുഴപ്പമില്ലാത്ത നല്ലൊരു പാക്കിംഗ് എന്ന് പറയാം. ഇത് നടക്കട്ടെ. പിന്നെ നമുക്ക് ഇതിൻ്റെ സൈഡിലൊരു ബോക്സ് വരുന്നുണ്ട്. അത് കിട്ടാത്ത ഇതിനുള്ളിൽ എന്തൊക്കെ ഉണ്ടാവും നോക്കാം. അത് ചാർജിങ് കേബിളാണ്. ചാർജിങ് കേബിൾ വരുന്നത് നമുക്ക് ഇത് A2C ടൈപ്പാണ് ചാർജിങ് കേബിൾ വരുന്നത്. ഓക്കെ, സൈഡ് തുറക്കാൻ കിട്ടുന്നില്ല. അതെന്തത്, എന്ത് പാക്കിങ്? ഇത് മറ്റേ വിൻഡ് നോയ്സ് റിഡക്ഷനുള്ള സംഭവമാണ് കേട്ടത്. ഇതായിരുന്നു വെക്കുന്നത്. നമുക്ക് നല്ല രസമുണ്ടത്, നല്ല സോഫ്റ്റ്. ഇതൊന്നുള്ളൂ, 2 ബൈക്ക് ഉണ്ടാവുള്ളൂ. 2 ഉണ്ട്. അപ്പോൾ ഇത് പൊട്ടിച്ച് നോക്കുന്നില്ല, പ്ലാസ്റ്റിക്. ഇത് പിന്നെ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനുണ്ടോ, അതിൻ്റെ കൂടെ ഒരു ലൈറ്റിനിങ് കണക്ടറും കൂടി വരുന്നുണ്ട്. C2 ലൈറ്റിനിങ് കണക്ടർ വരുന്നുണ്ട്. അതായത് ഐഫോണിൽ ഇത് ഉപയോഗിക്കാം. ഐഫോൺ അതായത് 14 വരെയുള്ള മോഡൽസിന് ഇത് ഉപയോഗിക്കാം കേട്ടോ. ഇങ്ങനെയുള്ള സാധനം വരുന്നുണ്ട്. പിന്നെ ഇത് ക്ലിപ്പായിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. മാഗ്നറ്റിക് ക്ലിപ്പാണെന്ന് തോന്നുന്നുണ്ട്. നോക്കാം. പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളി. ഇത് മാഗ്നറ്റിക് ആട്ടോ, ഓപ്പോസിറ്റ് സൈഡ് കിട്ടൂല. ഇത് മാഗ്നറ്റിക് ആണ്. അപ്പോൾ സാധനം വെച്ചിട്ട് ബ്ലാക്കുള്ളൂ. ഓക്കെ, ഇതിനുള്ളൂ ഇതിനുള്ളൂ ഈ സാധനങ്ങളുള്ളൂ ഇതിനുള്ളിൽ. അപ്പോൾ ഇതിൽ മാറ്റിയേക്കാം. നമുക്ക് ഇനി വേറെ സാധനം ഇതിലുണ്ട് എന്ന് പറഞ്ഞാൽ ആരും വായിച്ചു നോക്കാത്ത സാധനമാണ്. പക്ഷേ ഇത് വായിച്ചു നോക്കിയാലേ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. കാരണം ഇതിൽ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇത് ഇത്രയും വലിയ സാധനമാണ്. ഇതിൽ ഫുൾ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ എന്തൊക്കെയാണ് നിൽക്കുന്നുള്ളത് ഇതൊന്ന് വായിച്ചു നോക്കിക്കൊണ്ട് ഉപകാരപ്പെടും. കാരണം എന്താ വെച്ചാൽ ഇതിൽ കുറേ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. തുറക്കട്ടെ. നമുക്ക് മെയിൻ യൂണിറ്റ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ തുറന്നോക്കാം. ഇതെന്താ ലേറ്റ് എത്തത്, വർക്ക് ചെയ്യുന്നില്ലേ? 100% ഉണ്ട്. ഇത് രണ്ടിലും സാധനം ഉണ്ട്. രണ്ടിലും ചാർജ് ഓണിൻ്റെതാണ് ഈ കാണിക്കുന്നത്. 2 ഇതും. പിന്നെ ഇവിടെ ലൈറ്റ് മൊത്തം പച്ച ലൈറ്റ് കാണുന്നുണ്ടോ?
അതാണ് ഇതിനുണ്ട് പച്ച ലൈറ്റ് കത്തുന്നത്. അപ്പോൾ ഇതാണ് മറ്റേ റിസീവർ, സി ടൈപ്പ് റിസീവറാണ്. ഇതിനാണ് മറ്റേത് കൊടുത്തിരുന്നത് ഐഫോൺ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൊടുത്താൽ ഐഫോൺ ഉപയോഗിക്കാം, ഐഫോൺ അപ് ടു 14. അപ്പോൾ ഇതിമൊരു സ്വിച്ച് ഉണ്ട്, ഇത് ഞെക്കിയപ്പോൾ ഒന്നും വർക്ക് ഒന്നും ചെയ്യില്ല. എനിക്ക് തോന്നുന്നു ഫോണിൽ കണക്ട് ചെയ്താൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിമേ TX1 TX2 പിന്നെ ഒരു മൈക്കിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് തോന്നുന്നു ലെവൽ മറ്റേ വോയിസ് ലെവലാണ് തോന്നുന്നുണ്ട് ഇതിമേ. പിന്നെ ഇത് മറ്റേ രണ്ടും കണക്റ്റ് ആയാൽ ഇതിൽ ലൈറ്റ് കത്തുന്ന തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് സാധനം. ലൈറ്റ് കത്തുന്നുണ്ട് കേട്ടോ, ഓണല്ല തോന്നുന്നുണ്ട്. എന്തത് മാറിക്കാണ്ട് ഡിജിറ്റൊക്കെ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള സാധനം കേട്ടോ, നല്ല ക്യൂട്ടാണ്. കുഞ്ഞു തന്നെ അത്രയുള്ളൂ സാധനം. ഒരു ബട്ടൺ ടൈപ്പ്. പിന്നെ ഇതിനുള്ളൂ, വേറെ ഒന്നും ഇല്ല കേട്ടോ ഇതിൽ. അടിപൊളി, നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ, നല്ല ക്വാളിറ്റിയാണ്. നല്ല ലൈറ്റ് കത്തുന്നുണ്ട്. ഇത് പെയർ ചെയ്താലേ മനസ്സിലാവുള്ളൂ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം, എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ളത്. ഇതിൽ ഫീച്ചേഴ്സ് പറഞ്ഞാൽ 40 മീറ്റർ വരെ വയർലെസ് ട്രാൻസ്മിഷൻ ഉണ്ട്. പിന്നെ 2.4 GHz വയർലെസ്സിൻ്റെ കണക്ഷനാണ് ഇത് കൊടുത്തിരുന്നത്. പിന്നെ 6 അതായത് 6 മണിക്കൂർ വരെ കിട്ടും നമ്മൾ പറയുന്നത് ഒറ്റൊന്ന്. പിന്നെ നോയിസ് ക്യാൻസലേഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിലുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ സൈഡിൽ ബാക്കിൽ ഞാൻ കുറേ കണ്ടിരുന്നല്ലോ. ഇതിലാണ് ബാക്കിലുള്ളത് എന്തൊക്കെയാണ് പറഞ്ഞ വെച്ചാൽ ഇതിന് പറഞ്ഞ പോലെ 2.4 വയർലെസ് ട്രാൻസ്മിഷന്, DC 4.5 to 5.2 വോൾട്ടിൻ്റെ ഇൻപുട്ട് ഉണ്ട് ഇതിൽ കൊടുക്കാനുള്ളത്. അതായത് ഇവിടെ ഇതിൻ്റെ ചാർജിങ് ആണ് പറയുന്നത്, അതിൽ കൂടുതൽ കൊടുക്കുക ഇത് അടിച്ചു പോകും. പിന്നെ 20 Hz to 20 kHz വരെ ഫ്രീക്വൻസി റെസ്പോൺസ് റേഞ്ച് ഉണ്ട് ഇതിന്. പിന്നെ -65 dB ഡെസിമലിൻ്റെ സിഗ്നൽ വോയിസ് റേഡിയേഷൻ ഉണ്ട്. അതായത് വോയിസ് സിഗ്നൽ നോയ്സ് റേഷ്യോ, അതായത് നോയ്സ് ക്യാൻസലേഷൻ ആയിരിക്കും. ഇതിനെക്കുറിച്ച് ടെക്നിക്കലായിട്ട് എനിക്കൊന്നും അറിയില്ല, എന്നാലും ഇതിന് ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒബ്സ്റ്റക്കിൾ ഡിസ്റ്റൻസ് പറഞ്ഞാൽ, അതായത് ഒബ്സ്റ്റക്കിൾ ഡിസ്റ്റൻസ് ഉള്ളത് -20 മീറ്റർ ആണ്. അതായത് എന്തെങ്കിലും ഇടയിൽ എന്തെങ്കിലും കാര്യങ്ങളോ ബിൽഡിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 20 മീറ്റർ വരെ അത് കിട്ടുള്ളൂ ഇതിൻ്റെത്. അതായത് ഒബ്സ്റ്റക്കിൾസ് ഒന്നും ഇല്ലെങ്കിൽ ഒരു 40 മീറ്റർ വരെ കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു ബാറ്ററി പറഞ്ഞാൽ, ഇതിൻ്റെ ഒരു ബാറ്ററിന് 80 mAh കപ്പാസിറ്റിയാണ് ഒരു ബാറ്ററിക്ക്. ഇത് 400 mAh ആണ്. ഓക്കെ, ഇത് 6 മണിക്കൂർ വരെ കിട്ടും ഒറ്റൊന്ന്. അങ്ങനെയാണെങ്കിൽ 12 മണിക്കൂർ, അതായത് ഒരാൾക്ക് വ്ളോഗ് ചെയ്യുന്ന ആളാണെങ്കിൽ ആൾക്ക് 12 മണിക്കൂർ വരെ ഇത് ഒറ്റ ചാർജിൽ കിട്ടും. പിന്നെ ടൈപ്പ് സി ട്രാൻസ്മിഷൻ ആണ് ഇതിൽ വരുന്നത്. അതായത് ഇതാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട്, ടൈപ്പ് സി ട്രാൻസ്മിഷൻ ആണ്. പിന്നെ ഇതിൽ പറയുന്നത് ഓക്കെ, ചാർജിങ് ടൈം ഇത് ഫുൾ ചാർജ് ആവാൻ 2.5 hours എടുക്കും. ഇത് ഫുൾ ചാർജ് ആവാൻ 1.5 hours. ഇത് 2.5 ആണെങ്കിൽ ഇത് 1.5 hours. ഇത് രണ്ടും ചാർജ് ആവാൻ, അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ ചാർജിങ് 360 ആണ് കേട്ടോ. 360 സൗണ്ട് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്, ഇത് ഫ്രണ്ടിൽ നിന്നുള്ള സൗണ്ടും കേൾക്കാം, സൈഡിൽ നിന്നും രണ്ട് സൈഡിൽ നിന്നും ബാക്കിൽ നിന്നുള്ള സൗണ്ടും കേൾക്കാം എന്നാണ് ഇതിൽ പറയുന്നത്. അതിൽ കുറച്ച് ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്, ഫീച്ചേഴ്സ് കാണിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും ഉണ്ടാവും വിചാരിക്കാം. ഡിജിടെക്കിൻ്റെ അല്ലേ, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയാലോ. അപ്പോൾ ഇപ്പം നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് ഈ മൈക്കിൽ നിന്നുള്ള സൗണ്ടാണ്. അതിപ്പോൾ ഞാൻ ഇത് കണക്ട് ചെയ്തിരിക്കുന്നു. ഇത് കണക്ട് ചെയ്തിട്ടില്ല, ഒന്നേ കണക്ട് ചെയ്തിട്ടുള്ളൂ. കാരണം അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിൽ വെർബ് എന്നുള്ളൊരു ഇതുകൊണ്ട് ഒരു ഫീച്ചർ ഉണ്ട്, ഞാൻ പറയാൻ മറന്നാണ്. ഇത് പാട്ട് പാടുന്ന ആൾക്കാർക്കൊക്കെ അപ്പോൾ ഒന്നിൽ വെർബ് ഓൺ ആക്കിയാൽ അതായത് ആ ഒരു സൗണ്ട് കാര്യങ്ങൾ കേൾക്കുക. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് മാത്രം ഓൺ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇതിൻ്റെ ഇതിൽ 3 ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ലോങ് പ്രസ് ഓൺ ആക്കാൻ ഒരട്ടം നിൽക്കൽ അതിൻ്റെ നോയ്സ് റിഡക്ഷൻ ഓൺ ആവും. ഡബിൾ ക്ലിക്ക് അടിച്ചാൽ അത് മറ്റേ വെർബിൻ്റെ, അതായത് പാട്ട് പാടുന്ന ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കുന്നത് ഹലോ ഹലോ ഈ ഒരു സൗണ്ട് ആയിരിക്കും വരിക. അപ്പോൾ ഫസ്റ്റത്തത് കണക്റ്റായി എന്ന് അറിയാനും, രണ്ടാമത്തത് നോയ്സ് റിഡക്ഷനും, മൂന്നാമത്തത് വെർബും, അതാണ് ഇത് വരുന്നത്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇതിലാണ്, ഈ ഒരു ഇതിലാണ്, ഇത് വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ ഇനി അടുത്ത ഒരു വ്ളോഗിൽ, അതായത് ഇനി ട്രാവൽ വ്ളോഗിൽ നമ്മൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്.
പിന്നെ ഇതിൻ്റെ റിസീവറിൽ ഞാൻ ഒരു 3 ഡോട്ട്സ് എക്സ്ട്രാ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ. അത് വോയിസ് ലെവലാണ്. അതായത് വോയിസ് ലെവൽ നമുക്ക് കുറയ്ക്കണമെങ്കിലും കൂട്ടണമെങ്കിലും ആ ഒരു ബട്ടണിൽ ഒരു യെല്ലോ കളർ ബട്ടൺ ഉണ്ടെങ്കിൽ അതിന്മേൽ നിൽക്കിയാൽ മതി. ഓക്കെ, ഹലോ ഹലോ, എങ്ങനെയുണ്ട്? സൗണ്ട് ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമുക്ക് ഇത് ഓണാക്കി നോക്കാം. ലോങ് പ്രസ് ആക്കിയാൽ ഇത് ഓണായി. നോയ്സ് റിഡക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓണാക്കുമ്പോൾ നമുക്ക് നോയ്സ് റിഡക്ഷൻ വേണമെങ്കിൽ ഒരു സിംഗിൾ ക്ലിക്ക് നിൽക്കിയാൽ വോയിസ് റിഡക്ഷൻ ഓഫ് ആവും. പിന്നെ സിംഗിൾ ക്ലിക്ക് വോയിസ് റിഡക്ഷൻ ഓണ്, ഡബിൾ ക്ലിക്ക് വെർബ് ഓൺ. ഹലോ, ഒരു എക്കോ ഉള്ളൊരു ഫീലിംഗ് കാര്യം ഇപ്പോൾ കേൾക്കുന്നുണ്ടാവുക. രണ്ടും ഓണാണെങ്കിലും ഇതിലാണ് വെർബ് ഉള്ളത് ആ ഒരു സൗണ്ട് ആയിരിക്കാൻ കേൾക്കുക. ഇത് ഓണാണ് പക്ഷെ ഇപ്പോൾ വെർബിലായിരിക്കും കേൾക്കുന്നുണ്ടാവുക. ഇതിൽ ട്രിപ്പിൾ ക്ലിക്ക് നോക്കിയാൽ ഇത് മ്യൂട്ടാവും. അതായത് റെഡ് കളർ എത്തിയില്ലേ, അത് മ്യൂട്ടിനുള്ളതാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ട്രിപ്പിൾ ക്ലിക്ക് കിട്ടോ 3 വട്ടം നമ്മൾ ഇപ്പോൾ അത് ഇതായി അൺമ്യൂട്ടായി. ഇപ്പോൾ പറയുന്നത് കേൾക്കുന്നുണ്ടാവും. അതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. സംഭവം കൊള്ളാം. പിന്നെ നമ്മൾ വോയിസ് ഇതിൻ്റെ അതില്ലേ, എന്താ പറയുക, ഇതിൻ്റെ പേരെന്തായിരുന്നു, ഞാൻ പേര് മറക്കാം. വിൻഡ് നോയ്സ് ക്യാൻസലേഷൻ ആണ് ഈ സാധനത്തിൻ്റെ പേര്, ഈ പന്നിക്കുട്ടിൻ്റെ പേര്. പന്നിക്കുട്ടി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നെറ്റോക്കട്ടെ. നമുക്ക് ഇതൊന്നാണ്, ഇത് ഓഫാക്കിയേക്കാം. ഇതോടെ നിൽക്കട്ടെ, നമുക്ക് ഇതിനൊന്ന് ട്രൈ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ ഇടാറുണ്ടെങ്കിൽ ചെറിയ പണിയൊന്നുമല്ല, നല്ല പണിയാണ്. പന്നിക്ക് പറഞ്ഞു പോരുന്നുണ്ട് കേട്ടോ, അപ്പോൾ സൂക്ഷിച്ചു വേണം ഇടാൻ. എന്താണ് ഇതെങ്ങനെയാണ് ഇടല്? കഷ്ടം തന്നെ ഉണ്ണി. ആദ്യമായിട്ട് ഇടുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ പിന്നെ ശരിയായിരിക്കും. അവിടെ വാടാ. ഇതിൻ്റെ ഉള്ളിൽ കയറുന്നില്ല കേട്ടോ. അപ്പോൾ ശരി റെഡി ആയി. ഇപ്പോൾ കയറിക്കണം. ഓക്കെ, കയറിപ്പോയി ഇതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഇതൊന്ന് വെച്ചോക്കാം നമുക്ക്. അപ്പോൾ ഇത് ഓണാക്കില്ല എങ്ങനെ? ഇതിൻ്റെ സ്വിച്ച് കൂടെ ഇത് എങ്ങനെ ഓണായെന്ന് എങ്ങനെ മനസ്സിലാവുക? ഇതിൻ്റെ വെർബ് ഓണാണോ, ഇത് മ്യൂട്ടാണോ? ഇത് വെച്ചാൽ പിന്നെ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. ഇത് വെച്ചാൽ ഇത് കുറേ സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മാഗ്നറ്റൊന്നും ഇല്ലാത്തൊരു സാധനം ഒട്ടിയാൽ പിന്നെ പോരൂല. ഓക്കെ, ഇങ്ങനെ കാണാണ്ടാവുക. ഇത് മറ്റേ സാധനം ഈ പന്നിക്കുട്ടിനെ വെച്ചാൽ ഇങ്ങനെ കാണാണ്ടാവുക. ഓക്കെ, ഇതിൻ്റെ വെർബ് അടിപൊളിയാട്ടോ. എനിക്ക് വെർബല്ല ഇഷ്ടപ്പെട്ടു. ഹലോ, പാട്ടോടെ എനിക്കറിയാം, ഞാൻ പാട്ടൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നുണ്ട്. അപ്പോൾ അടുത്ത വ്ളോഗുകളൊക്കെ നമ്മൾ ഇത് വെച്ചിട്ട് എടുക്കും. വെർബിലാണ്ടത്, സോറി. അപ്പോൾ അടുത്ത വ്ളോഗൊക്കെ നമ്മൾ ഇത് വെച്ച് നടത്താൻ പോകുന്നത്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം. അൺബോക്സിങ്ങിൻ്റെ വീഡിയോ അല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരു സാധനം, ഒരു പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വിചാരിച്ചു. നല്ല പ്രൊഡക്റ്റാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അപ്പോൾ എൻ്റെ ഫീൽഡ് പറഞ്ഞാൽ ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ 2 വീഡിയോ ചാനലുണ്ട്, അത് കണ്ടു നോക്കി ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചെറിയൊരു റിവ്യൂ ആണ്. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ്, ഷെയർ ചെയ്യ്, ലൈക്ക് അടിക്കുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, അതുവരെക്കും ഇറ്റ്സ് മീ ഷംസു. ബൈ.